ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് നമ്മുടെ കിച്ചനകത്തൊക്കെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. അതാണ് ചില്ലി ഫ്ലേക്സ്. ചില്ലി ഫ്ലേക്സിന് വേണ്ടി ഞാൻ ചില്ലി സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ച് വാഷ് ചെയ്ത് ഉണക്കി വെച്ചിരിക്കുന്നതാണ്. ഇത് സൺ ഡ്രൈഡ് ചില്ലിയാണിത്. ഈ കണ്ടെയ്നർ നിറയെ ഉണ്ടായിരുന്നു. ഞാനത് കുറേ എടുത്ത് നല്ല പൗഡറാക്കി അതാണ് വീട്ടിൽ ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് നല്ലതുപോലെ ഉണക്കിയതാണ്. ഇതൊന്ന് രണ്ടായിട്ട് ഒടിക്കുന്നു. ഇത് ഉണക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ല വെയിലുള്ള ദിവസങ്ങളിലായിരിക്കണം ഇത് ഉണക്കുന്നത്. വാഷ് ചെയ്യുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കണം. ഒത്തിരി സമയം വെള്ളത്തിലിട്ടേക്കരുത്. പെട്ടെന്ന് കഴുകിയെടുത്ത് വെയിലത്തിടണം. നല്ല വെയിലുള്ള ദിവസം കഴുകി ഒരു ഷീറ്റ് വെളിയിലിട്ട് അതിലാണ് ഞാനിട്ടുണങ്ങുന്നത്. ഇത് നല്ലതുപോലെ ഉണക്കി വെച്ചിരിക്കുന്നതാണ്. ഇതുകൊണ്ടാണ് ഞാൻ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ ജാറിനകത്താണ് ഞാനിത് ഗ്രൈൻഡ് ചെയ്യുന്നത്. ഇത് ബ്ലെൻഡർ ആണെങ്കിലും ഗ്രൈൻഡിനുള്ള ഓപ്ഷൻ ഉള്ളതാണ്. ഇത്രയും ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കുറേ നാളത്തേക്കുണ്ട്. ഇനിയും വേണ്ടിയപ്പം നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. റോസ്റ്റ് ചെയ്ത് വേണേലും പൊടിക്കാവുന്നതാണ്. ഞാൻ റോസ്റ്റ് ചെയ്യാതാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കൂടുതലാക്കി വെച്ചാൽ ഫ്ലേവർ നഷ്ടപ്പെട്ടു പോകും. ഇതുപോലെയുള്ള ഗ്ലാസ് ജാറിലായിരിക്കണം ഇതിട്ട് സൂക്ഷിക്കുന്നത്. വളരെ ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്ന ഒരു ഐറ്റമാണ് ഇത്. സ്റ്റോറിലും വാങ്ങിക്കാൻ കിട്ടും. ഈ ചില്ലി ഫ്ലേക്സ് വെജിറ്റബിൾ സ്റ്റയർ ഫ്രൈ ഉണ്ടാക്കുന്നതിനും വെജിറ്റബിളിൻ്റെ പല കറികൾക്കും മീറ്റിനും ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുമ്പോഴൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. വളരെ ടേസ്റ്റിയാണ്. ചില്ലി ഫ്ലേക്സ് ഉണ്ടാക്കുമ്പോഴും ചില്ലി പൗഡറൊക്കെ ഉണ്ടാക്കുമ്പോൾ മാസ്ക് വെക്കുന്നത് നല്ലതാണ്. ചില്ലി ഫ്ലേക്സ് റെഡി ആയിരിക്കുകയാണ്. ഇത് ഞാനൊരു ഗ്ലാസ് ബോട്ടിലാണ് ഇട്ട് വച്ചിരിക്കുന്നത്. കുറച്ച് കഴിഞ്ഞിട്ടേ അടയ്ക്കത്തുള്ളൂ. അതുകൂടാതെ പിസ്സ കഴിക്കുമ്പോൾ അതിനും നമുക്കിത് സ്പ്രിങ്കിൾ ചെയ്യാവുന്നതാണ്. ചില്ലി ഫ്ലേക്സ് റെഡി. താങ്ക് യു ഫോർ വാച്ചിങ്.